വീട്ടില് മാത്രം ഒതുങ്ങിക്കൂടുന്ന എന്റെ ചേച്ചിമാർക്ക് എല്ലാവർക്കുള്ള ഒരു ആഗ്രഹമായിരിക്കും ഇതുപോലൊരു ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകട്ടെ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ പറയാനുള്ള നേരവും സമയവും കാലവും ഒന്നുമില്ല. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ദോശയും നമ്മുടെ സാമ്പാറും പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് 7:30 എറണാകുളം ഗുരുവായൂർ എക്സ്പ്രസ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തിരക്കിലാണ്. 17 വയസ്സുള്ളപ്പോൾ നമ്മൾ നമ്മുടെ നാട് വിട്ടതാണ് കേട്ടോ. ഈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പൂനെ പോയത്. അപ്പോൾ തൊട്ടേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ കണ്ടതൊന്നുമല്ല ലൈഫ്, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നതാണ് ലൈഫ് എന്ന് മനസ്സിലാക്കിയെടുത്ത കുറേ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലൈഫ് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് വെൽ ഡെവലപ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തിനും ഒരാളുടെ സഹായം കൂടാതെ ഞാൻ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന, ആരില്ലെങ്കിൽ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഇരുന്നാലും ഞാൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് റീസെന്റ് ആണ്. കാരണം ഭാഗ്യം എന്നെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു രീതിയിൽ മോൾഡ് ചെയ്ത് ആളുടേതായ രീതിയിൽ വളച്ചൊടിച്ചെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലതായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ എല്ലായിടത്തേക്കും വരുന്ന, സത്യം പറഞ്ഞാൽ ആ ഇൻഡിപെൻഡൻസി ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ട് മറന്നു. ഡിപ്പെൻഡൻ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം ഭാഗ്യൻ്റെ കൂടെയുള്ള ലൈഫിൽ. 23 വയസ്സായപ്പോൾ അമ്മയായി, പിന്നെ ശ്രീകുട്ടനായി ലോകം, അവൻ്റെ കൂടെയുള്ള ജീവിതം, ഭാഗ്യൻ, ഞങ്ങളൊരു 8 പേരടങ്ങുന്ന ഒരു ലോകം ഉണ്ടല്ലോ, അതായി എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി ചിന്തിക്കാം എന്ന് തോന്നി തുടങ്ങിയത് ഞാനൊരു സാച്ചുറേറ്റഡ് ലെവലിൽ എത്തിയപ്പോഴാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് എൻ്റെ ലൈഫിലുണ്ട് കേട്ടോ. ചാനലുണ്ട്, കടയുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലോകം എന്ന് പറയുന്നത് ഇവർ മാത്രമായി. നമ്മളിങ്ങനെ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലേക്ക് ഞാനവിടെ ഒതുങ്ങിക്കൂടിയെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. ഞാൻ അന്ന് ശാംശീകരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസി ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ചും കൂടെ മുഖങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഒരിക്കൽ ഞാൻ ഭാഗ്യനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തോട്ടെ എന്ന്. എനിക്കാണെങ്കിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി, അത് കഴിഞ്ഞ് നമ്മൾ വേറെ കോഴ്സുകൾ ടാലി പഠിക്കാൻ പോയി, നഴ്സിംഗ് പഠിത്തം, കടയിലത്തെ പഠിത്തം, ബിസിനസ്, ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ പുതിയതായിട്ട് പഠിക്കണം എന്ന് വീണ്ടും ഒരു ചിന്ത. അങ്ങനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നത്, അതും ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു പരിധി വിടുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ സാച്ചുറേറ്റഡ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും നമുക്ക് തോന്നും. ഇപ്പോൾ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്തതായിട്ട് തോന്നാൻ തുടങ്ങും. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കുക. അതിനുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ മക്കളൊക്കെ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ശ്രീകുട്ടനൊക്കെ ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് അവൻ 1 മണിക്കൂർ പോലും മാറ്റി നിർത്തുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. വിഷമത്തിലുപരി ഒരു ഗിൽട്ട് ഫീൽ ഒക്കെ ഇല്ലേ, അയ്യോ എൻ്റെ മോൻ എന്നെ കാണാണ്ട് എങ്ങനെ സർവൈവ് ചെയ്യും, അവൻ ആര് ചോറ് കൊടുക്കും, ഇനി ഞാൻ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ മാറിക്കുന്നത് കൊണ്ട് എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ബുദ്ധിമുട്ടുണ്ടാവും അവനെ നോക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള ഒരു പൊട്ട ചിന്തകളൊക്കെയാണ് നമ്മളെ ആ ജോലിയിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു റൂട്ടീനിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി അവനിലേക്ക് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിക്കൂടിയത്. ഇനിയിപ്പോൾ അവൻ വലുതായില്ലോ, അവൻ അവൻ്റെ കാര്യങ്ങൾ തന്നെ ചിന്തിക്കാറായല്ലോ. അപ്പോൾ ഞാനൊന്ന് സ്വതന്ത്രമാവാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ജീവിതം ഈ നിമിഷം ജീവിച്ച് തീർക്കാൻ നാളെ നമ്മുടെ കയ്യിലില്ല, ലിവ് ഇൻ ദി മൊമെന്റ് എന്നൊക്കെ. ഞാനത് പറയുന്നുണ്ടെങ്കിലും എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് വലിയൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഏതൊക്കെ പോയിന്റിൽ വെച്ച് തോന്നി നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കണം എന്ന്. കഴിഞ്ഞു പോയ നിമിഷങ്ങളൊന്നും ഇറിവേഴ്സിബിൾ അല്ലല്ലോ. അത് കാരണം കൊണ്ട് വരാനിരിക്കുന്ന സമയത്തിലത്തെ 1 മിനിറ്റ് പോലും പാഴാക്കാതെ നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ സമയം കണ്ടെത്തുന്ന കുറച്ച് നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോട്ടെ. പോയിട്ട് വരാട്ടാ. ശ്രീകുട്ടാ നമ്മുടെ ഫാമിലിയിൽ ഈ കുടുംബം എന്നത് ഭയങ്കരമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി എടുത്ത് ജീവിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. അത് നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി കണ്ടെത്തുന്ന കുറച്ച് സമയങ്ങൾ, ഇതിപ്പോൾ വീക്കെൻഡിലാണ് ഞാൻ ഈ ക്ലാസ്സിന് പോകുന്നത് കേട്ടോ. ഒരു 2 മാസത്തെ കോഴ്സാണ് കേട്ടോ. നമ്മൾ എറണാകുളത്ത് കടവന്തറയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു ഫോട്ടോഗ്രാഫി കോഴ്സാണ്. സത്യം പറഞ്ഞാൽ ഇത് പ്രൊഫഷണലിയും ഒരുപാട് എൻ്റെ ഒരു ഇപ്പോഴത്തെ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് പോയി പഠിക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളെന്ന് പറയുമ്പോൾ ഒരു 10, 12, 13 വർഷത്തിന് ശേഷം നമ്മുടെ എറണാകുളം, അതുപോലെ തന്നെ ഗുരുവായൂർ പാസഞ്ചറിൽ നമ്മളിങ്ങനെ കയറി പോവാണ്. എല്ലാത്തിനും ഭാഗ്യം കൂടെ വരുമായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഭാഗ്യം കൊണ്ടുപോകും. ഭാഗ്യം അങ്ങനെ ഒരു പരാതി പറയുക അല്ലെങ്കിൽ എൻ്റെ കൂടെ
കൂടെ വരില്ല എന്നൊന്നും പറയില്ല. ഇത് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ ഭാഗ്യൻ്റെ കൂടെ എടുത്തിട്ട് തന്നെ പോകുന്ന ഒരു യാത്രയാണ്. കുറച്ച് നാളായിട്ട് ഞാൻ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രീകുട്ടൻ സേഫാണ്. ഭാഗ്യൻ്റെ ലോകത്ത് ഫ്രീ ആണ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് കണ്ടെത്തുന്ന ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ ആസ്വദിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഇന്ന്. കാലത്ത് തന്നെ എണീറ്റിട്ട് കുറച്ച് ദോശയും സാമ്പാറും ഒക്കെ നമ്മൾ പൊതിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് വീട്ടിലത്തെ ഫുഡ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണേ. ചില ശീലങ്ങളൊക്കെ നമ്മൾക്ക് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. ആദ്യം തന്നെ എല്ലാം അങ്ങോട്ട് തല കുത്തനെ മാറ്റി മറിക്കാമെന്നൊന്നും വിചാരിക്കരുത്. പയ്യെ 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 പയ്യാണ് നമ്മൾ മാറേണ്ടത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തിരക്കും ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല പരിചയമുള്ള ഒരുപാട് ചേച്ചിമാരെ എനിക്ക് കാണാനും പറ്റും. എല്ലാവരോടും വർത്താനവും പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്താറുള്ളത്. പെർമിഷൻ ചോദിക്കാത്ത കാരണം കൊണ്ട് ഞാൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് സമൃദ്ധി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരുടെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ആർക്കും വീഡിയോയിൽ വരാനായിട്ട് ഇപ്പോൾ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ലാസ്റ്റ് എല്ലാവരും കാണിക്കാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിന്റെ അടുത്തുള്ള സമൃദ്ധി. കടവന്ത്ര മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഫുഡ് കിട്ടി. നമുക്കിനി ട്രെയിനിൽ മെട്രോയിൽ പോയി ഒന്ന് കഴിക്കാം. കാലത്ത് 7:30 പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്താവുന്ന രീതിയിൽ നമുക്ക് മെമുവിൻ്റെ സർവീസ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമുക്ക് ആ സർവീസ് ഇല്ല. നമ്മുടെ മെമു റദ്ദാക്കി. 2:40 മെമു റദ്ദാക്കി. നമുക്കിനി മെമു ഉള്ളത് 5:40 അതുവരെ കട്ട പോസ്റ്റാ. വൈകുന്നേരം 5:40 മെമുവിന് പോണ്ടി വരും. കട്ട പോസ്റ്റാണ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചത് പോരാണ്ട് ഞങ്ങൾ കുറഞ്ഞെത്തിയത് കേട്ടോ. തൊട്ടടുത്തൊരു മാളുണ്ട്. നമുക്ക് അവിടം വരെ പോയിട്ട് വരാടിന്ന് അവർ നിർബന്ധം പിടിച്ചപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാള് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ക്രോക്സിൻ്റെ അവിടെ കയറിയിട്ട് നമ്മുടെ ചെരുപ്പിന് എത്ര വില എന്നൊക്കെ നോക്കി. ഗംഭീര വിലയാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണ് ബെറ്റർ എന്ന്. ക്രോക്സിൻ്റെ ഒരുപാട് കളക്ഷനൊക്കെ ഉള്ള ഈ മാൾ ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. കാരണം എനിക്ക് ഈ മാളിൻ്റെ പേര് ഓർമ്മയില്ലടാ. കാരണം നമ്മൾ ജസ്റ്റ് ഓടിക്കേറി വേഗം ഇറങ്ങണം എന്നുള്ള രീതിയിലാണല്ലോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കുറേ ചെരുപ്പും അതിൻ്റെ ഉള്ളിൽ എൻ്റെ കൂട്ടുകാരോടൊപ്പം കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്ത് ഒരു റിലാക്സ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ. നമ്മൾ എന്നും ജീവിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് റിലാക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവുന്ന രീതിയിലുള്ള ഒരു യാത്ര. അതാണ് എനിക്കിപ്പോൾ ശനി ഞായറത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടണില്ല എന്നല്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെയുള്ളൊരു ലോകത്ത് നമ്മളെ വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വളരെ നമ്മൾ എന്തൊക്കെയോ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് നിമിഷങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള അതുപോലെയുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന കുറച്ച് നിമിഷങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ യാന്ത്രികമായ ലോകത്തേക്കല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവരൊപ്പമുള്ള ലോകത്തേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കൂടുതലേ ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി, നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ചുറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും സമയം കണ്ടെത്തി എന്നുള്ളത്. ഈ മാളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഒരുപാട് സന്തോഷം തരുന്നുണ്ടായിരുന്നു. ഒപ്പം എൻ്റെ പുതിയ കൂട്ടുകാരും. നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുപെട്ടുന്ന ഓരോരുത്തർക്കും ഓരോരോ കഥകളും അതുപോലെ തന്നെ ഓരോരോ ജീവിത സാഹചര്യങ്ങളുള്ളവരായിരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ പറക്കിക്കൂട്ടി നമ്മുടെ ലൈഫിൽ കൂട്ടിയിണക്കിയിട്ട് നമ്മൾ പുതിയൊരു ലോകം ഉണ്ടാക്കുക ചെയ്യണം. സത്യം പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന ഈ ലൈഫിൽ. അങ്ങനെ അവിടുന്ന് അലത്ത് പോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് മേടിച്ചു. ഒന്നും മേടിക്കാണ്ട് എങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി എന്തൊക്കെയോ മേടിച്ചു നമ്മുടെ ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്കുള്ളത് കേട്ടോ. 5:40 ആകുമ്പോഴേക്കും നമുക്ക് മെമു പിടിക്കാനായിട്ട് എറണാകുളത്ത് എത്തണം എന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ പോകും. കാരണം അത്യാവശ്യം നല്ല തിരക്ക് വരുന്ന സമയമായിരിക്കും ശനിയാഴ്ചകളിൽ. അപ്പോൾ നമുക്കിനി പതുക്കെ
ഒക്കെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടേ ലൈറ്റും സ്റ്റാൻഡും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഷോപ്പുണ്ട്, ഒരു ക്യാമറ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടം വരെ പോവാന്ന് വിചാരിച്ചിട്ടായിരിക്കണം. നമ്മുടെ ഇവിടെയും മാളുകളില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു വൈബ് ഇല്ലാഞ്ഞിട്ടല്ലോ. എനിക്ക് പൊതുവേ കൂട്ടുകാർ വളരെ കുറവാണ്. കൂട്ടുകാർ വളരെ കുറവാന്ന് വെച്ചാൽ കൂട്ടുകാരില്ല എന്നേ വേണമെങ്കിൽ പറയാം. എൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് നമ്മൾ പുറത്ത് പഠിച്ച കാരണം കൊണ്ട് അവിടെയും പിന്നെ നഴ്സിംഗ് അല്ലേ, എല്ലാവരും പുറത്താണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി എനിക്കില്ലേ കഴിഞ്ഞ 13 വർഷമായിട്ട്. ഞാനിങ്ങനെ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടി ശ്രീകുട്ടൻ, ഭാഗ്യൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, കുഞ്ഞെന്ന് പറയുന്ന ഒരു ലോകം. അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിലും അങ്ങനെ നമുക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ബന്ധങ്ങൾ. അവിടെ വരുമ്പോൾ എല്ലാവരും കൂട്ടുകാരാണ് എന്നതിലുപരി നമ്മൾ വേറൊരു ലോകമൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണു. അങ്ങനെ ഒരുപാട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്യണു. ഇതൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മൈൻഡ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ആധികാരികമായി പഠിച്ചപ്പോഴാണ് നമ്മൾ ഇത്ര നാൾ ഒന്നും പഠിക്കാണ്ട് വെറുതെ ഒരു മണ്ണാങ്കട്ട അറിയാണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ലൈറ്റ് സ്റ്റാൻഡും അതുപോലെ തന്നെ കുറച്ച് ലൈറ്റുകളും അതുപോലെ തന്നെ ട്രൈപോഡും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. വി ട്രേഡേഴ്സ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര് കേട്ടോ. അവിടെ ഒന്ന് കയറി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെയും വേറൊരു ലോകമാണ് കേട്ടോ. വില കുറവോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഓൺലൈനിൽ കിട്ടാത്ത ഒരുപാട് പ്രൊഡക്റ്റുകൾ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ കിട്ടുന്നു തോന്നി. അവിടുന്ന് കൊട്ടേഷൻ എടുത്തേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഭാഗ്യം വന്നാലാണ് എനിക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇന്നിപ്പോൾ ഭാഗ്യം വരില്ല, ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കാൻ പോണേ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ലൈറ്റും സാധനങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ഇതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അറിയാം എനിക്ക് എന്താണ് ആവശ്യമുള്ളത്, എൻ്റെ നീഡ്സ് എന്താണെന്ന്. അപ്പോൾ അവരുടെ സജഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രൊഫഷണലായിട്ട് ഈ ഫോട്ടോഗ്രാഫി എടുത്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി എനിക്ക് ഓരോ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്നത് മൊത്തം ലൈറ്റുകളാണ് കേട്ടോ. ലൈറ്റ് എൻ്റെ വീഡിയോയിൽ നിങ്ങളെപ്പോഴും ഭയങ്കര റോ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. കാരണം നമ്മളിങ്ങനെ കാണിക്കുന്ന ഫുട്ടേജുകളെക്കാൾ ഉപരി ഞാൻ നിങ്ങളോട് പറയുന്ന വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് ഞാനും അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് പഠിച്ചപ്പോൾ നമുക്ക് തോന്നി കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ നാടും വീടും നമ്മളുണ്ടാക്കുന്ന ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു. ഇത് ലൈറ്റ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകളും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പഠിച്ചു തുടങ്ങിയത് ഇവിടെ വന്നപ്പോഴാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു ദിവസം പോകുമ്പോൾ വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉണ്ട് തന്നെ അറിയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞപ്പോഴും ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാറ് ഓരോ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴൊക്കെയാണ് എല്ലാത്തിനും എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം നമുക്ക് ഉണ്ടാവുമല്ലോ. അതൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടി. ഒന്നും അറിയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അങ്ങനെ അവിടെ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ കൊട്ടേഷനൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നങ്ങോട്ട് എത്താനുള്ള ഒരു തത്രപ്പാടിലാണ് ഇനി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മെമു ആണ് 5:40 മെമു. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, മെമു മൊത്തത്തിൽ അങ്ങോട്ട് മാറി. ഇത്തിരി വലിയ ഒരു തമിഴ്നാട് ടച്ചുള്ള ഒരു മെമു ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7:45 8 മണിയോട് കൂടി നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒല്ലൂർ സ്റ്റേഷനിൽ. അവിടെ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇന്ന് ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം സൺഡേ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ സൺഡേ നാളെ നേരത്തെ ഇവിടെ നിന്ന് തന്നെയാണ് ട്രെയിൻ. അപ്പോൾ ആ ട്രെയിനും പിടിച്ച് നമുക്ക് പതുക്കെ വീണ്ടും കടവന്തറ വരെ പോകണം. അപ്പോൾ ഇവിടെ കിടക്കണതല്ലേ ബുദ്ധി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞെത്തിയിരിക്കുകയാണ്. ചേച്ചി ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിക്കുന്നത്. നാളെ ഇവിടെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷനെ. അപ്പൊ നാളെ ഇവിടെ നിന്ന് പോവാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അച്ഛൻ വരണല്ലേ? അച്ഛനില്ല, അച്ഛൻ അവിടെ വല്ലൂര്. എന്തേ ചെല്ലിയാട്ടൊക്കെ വരില്ലേ? ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അവിടെ പറഞ്ഞതാ. നമ്മുടെ ഫൈബ്രോയിഡിന്റെ ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ശ്രീകുട്ടൻ ചെറുതാണെന്നു വന്നു താരം വന്നു. അപ്പൊ അപ്പോഴേ അന്ന് വൈകുന്നേരം സർജറിയുടെ ടൈമിൽ ശ്രീകുട്ടനെ ഇവിടെ കൊണ്ടാക്കി ചേച്ചിയമ്മേനും ചേട്ടച്ചന്റെ അടുത്ത്. ഇവനാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ നിന്ന് പരിചയമില്ലല്ലോ, വേറെ ആരെ കൂടെ കിടന്നും പരിചയമില്ലല്ലോ.
ചേച്ചിയും ചേട്ടൻ അന്നത്തെ രാത്രി മുഴുവൻ ശങ്കര മഹാദേവ പാട്ടല്ല സിനിമ ഇത് ചെയ്യായിരുന്നു എന്താ അങ്ങനെ ഇപ്പോഴും ശങ്കര മഹാദേവ പറഞ്ഞുകൊണ്ടിരിക്കും ശ്രീകുട്ടനോട്. കള്ളം പറയല്ലേ ഞാനെങ്ങനെയാ എനിക്ക് അവിടെ മാളിൽ നിന്ന് കിട്ടിയത് പാട്ട് 149 രൂപയുള്ളൂ. എത്ര രൂപയായി ചോദിക്കും അമ്മ? 20 രൂപ എന്ന് പറയും ചിലപ്പോ. ഇതേപോലെ തന്നെ ഇത് അവിടെ കാണിക്കും. താരത്തിട്ടുണ്ട് താരം 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 നല്ലതാ. ഓ ഇതാണ് നമ്മുടെ പുതിയ ചിപ്പ്. ഇട്ട് നോക്കിയമ്മ. അമ്മയ്ക്ക് ഓപ്പൺ ഷൂ ഇഷ്ടമുള്ളൂ. ഇതാണ് ചേച്ചിയെ കമ്പനി വേറെ മോച്ചിയാണ്. അവിടെ ഇരിക്കണ്ടോ ഇത് മറ്റേത് രതീഷിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഇതെനിക്ക് ഇഷ്ടമായി ഇങ്ങനത്തെ ചെരുപ്പ്. പക്ഷെ എനിക്ക് വരില്ല തടയും കേടുവരും വേഗം. ഇപ്പൊ എല്ലാ ചെരുപ്പും കഴിഞ്ഞ് ഞാൻ ഇട്ടോണ്ട് പോയ ചെരുപ്പം മതി. നാളെ ചെരുപ്പില്ലാത്ത നാളെ ഇട്ടോണ്ട് പോകുമ്പോൾ ചെരുപ്പില്ല എനിക്കിപ്പോ. അതിഷ്ടായി കടയിലേക്ക് ഇടാം. എനിക്ക് എന്തായാലും കൊറേ കാലം നിൽക്കും. ഒരു കൊല്ലം ഒരു ദിവസത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തി ഞാൻ. ചോറുണ്ടാണ് ചോറ്. ഞങ്ങൾക്ക് കൂട്ടാൻ നല്ല നാടൻ മുളകിട്ട് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് പൊട്ടിച്ച മുളകിട്ട് വെച്ചാൽ പപ്പക്കായ. പപ്പക്കായ ഞങ്ങളുടെ നാട്ടിൽ കിട്ടാനില്ലാത്ത കാരണം കൊണ്ട് എന്താ പപ്പക്കായ ഞാൻ വെക്കാറുണ്ട്. പപ്പക്കായ ഇങ്ങനെയല്ല നമ്മുടെ മരത്ത് ഓരം വെക്കില്ലേ മറ്റേ സാധനം. പിന്നെ നല്ല വയറുപ്പേരി കുടംപുളിയില് ചോറുണ്ടാ. കാത്തുച്ചൊക്കെ ചോറാക്കും. ഞാൻ വൈകുന്നേരം ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ കഥ ആ സൂത്രം കാണിച്ചിട്ട് നമുക്ക് ഇതെടുത്തോക്ക് അത് മുഴുവൻ എടുക്കാനുള്ള ആളില്ല. ഇതാണ് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ മുളക്. ഞാൻ പറ്റാത്ത കാര്യം പകുതിയാക്കി നോക്കാം. അയ്യോ പണ്ടത്തെ ഓർമ്മയില്ലേ നമ്മുടെ വീട്ടിലുണ്ടാകാറില്ല ആ ഒരു ഓർമ്മ. ഞാൻ ചോറിനട്ടെ ഇതെടുത്തിട്ട് അച്ചാറ് അച്ചാറ് ഇട്ടിട്ടുണ്ട് കുഞ്ഞിന് കൊണ്ടുപോകാൻ വേണ്ടി. വീണ്ടും ഞങ്ങളുടെ ചക്ര ആവർത്തിക്കുക. ഞാൻ പറഞ്ഞത് കാലചക്രം. ഞാൻ പറഞ്ഞു മോൾക്ക് കിടാവുണ്ടായിട്ട് വേണം ഞാൻ ഇതിനെ കൊടുക്കാൻ. ഞാൻ ചിരി വരുന്നില്ല, എനിക്ക് മാത്രം ചിരി വരുന്നില്ല. അപ്പോഴും മാറ്റിപ്പെട്ടോളോട്ടമ്മ. എനിക്ക് മാത്രം ചിരി വരുന്നില്ല, എന്താണാവോ? അതെ അപ്പൊ ഞങ്ങള് ചോറുണ്ടേട്ടാ. ഇതാണ് എന്റെ മെനു. അല്ല എന്റെ മെനു എന്റെ പ്ലേറ്റ്. ഒപ്പയാണെന്ന് നല്ല വിശപ്പുണ്ട്. ചേച്ചിയെ കുറച്ച് കഞ്ഞി തരുമോ? പപ്പ കഴിക്കുന്നതാണ് കൊതിയാവുക. നമ്മൾ 10 കാശ് സമ്പാദിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്ത് മേടിച്ചു കൊടുക്കുന്നതും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഭർത്താക്കന്മാർ നമുക്ക് വേണ്ടി പൈസ ചെലവാക്കില്ല എന്നുള്ളതല്ല, അവരോട് ചോദിക്കുന്നതിനേക്കാൾ എന്തൊരു അഭിമാനമാണ് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ അധ്വാനിക്കണം. അതിലുപരി സന്തോഷമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.
പറയുന്നു. സ്നേഹപൂർവ്വം ഒരു വ്ളോഗായിട്ടല്ല, നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എപ്പോഴെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് സമയം കണ്ടെത്തണം എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.